കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചെറിയൊരു പരിപാടി ഉണ്ട് എന്നുള്ളത് കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ പരിപാടി. സാൻവിക്ക് ഒരു മുട്ടായി പീടിയ. അപ്പുറത്തെ അമ്ര മുട്ടായി പീടിയ തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പുറത്തെ സാൻവിക്ക് നിൽക്കപ്പുറതിയില്ല എന്ന് പറഞ്ഞതുപോലെയായി. അപ്പോൾ പിന്നെ ഒരേ വാശിയായിരുന്നു എനിക്കും ഒന്ന് അങ്ങനത്തെ തുടങ്ങിത്താന്നുള്ളത്. അപ്പോൾ ലാലോടിനും ഞാനും കൂടെ ടൗണിൽ പോയിട്ട് കുറച്ച് മുട്ടായൊക്കെ വാങ്ങിച്ച് പിന്നെ അമ്മയും ലാലോടിനും കൂടി ഒരു ചെറിയൊരു പന്തൽ പോലെയൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. വെയിലല്ലേ ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും വിലയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വെക്കേഷൻ ക്ലാസ്സിന് പറഞ്ഞേക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ. കാരണം വേറൊന്നുമല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ടി വിൻ്റെ മുന്നിലായിരിക്കും. പിന്നെ അടുത്തൊന്നും കളിക്കാൻ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് വേറൊന്നും ശരണയില്ല. അതുകൊണ്ട് ടി വി തന്നെയാണ് മുഴുവൻ സമയവും. അപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ അമ്ര കൊണ്ടുവന്നത്. എന്നാൽ പിന്നെ സാൻവിക്കും ഒരു മുട്ടായി പീടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് തുടങ്ങിക്കൊടുത്താണ്. അപ്പോൾ മുട്ടായി പീടി തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. സുരേഷ് ഏട്ടനും ബിജു ഏട്ടനും പൊന്നൂസും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഓക്ക് പൈസയും കൊടുത്തിട്ടുണ്ട്, കുറച്ച് മുട്ടായൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു വാർഡ് കൗൺസിലർ തന്നെ ആയിക്കോട്ടെ ഉദ്ഘാടനം എന്നുള്ളത്. അങ്ങനെ സുരേഷ് ഏട്ടൻ വന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ച് പിന്നെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്ത് 3-4 പേരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ചെറുപ്പത്തിലാണേ. പക്ഷേ അന്നൊന്നും നമ്മളൊന്നും എടുത്ത് തിന്നില്ല. കാരണം ഒരുമിച്ച് കൂടെ ആളുണ്ടാകുമ്പോൾ നമുക്ക് എടുത്ത് തിന്നാൻ പേടിയായിരിക്കുമല്ലോ. ഇത് പിന്നെ സാൻവി ഒറ്റയ്ക്കാണ്. എന്താവും എന്തോന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് വസം ഉണ്ടായിരുന്നില്ല, ഉറങ്ങുന്നായിരുന്നേ. എണീറ്റ് വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഒരു പിടുത്തവും ഇതുവരെ ആൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിലാട്ടെ.